ഹലോ ഗൈസ്, സുമകിലേക്ക് നമസ്കാരം. എന്താകണ്ട വിശേഷം? നമ്മളെ പ്രകൃതി ആകെ നമ്മളെ ചലിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ അവസ്ഥയൊക്കെ എന്തൊക്കെയായിരുന്നു? വെള്ളപ്പൊക്കം നാളെ കണ്ട് പോകണമെന്ന് പിടികിട്ടില്ല. ഓരോ പ്രകൃതി മാറ്റം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പ്രകൃതിനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാർബൻ്റെ അത് കൂട്ടുന്തോറും നമ്മളെ പ്രകൃതിനെ ഇല്ലാണ്ടാക്കണം. ഈ കാർബൺ ഇങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ പ്രകൃതി നമ്മൾ ചതിക്കുള്ളൂ. ആ ചതി നമുക്ക് എല്ലാവർക്കും പ്രകൃതി നമ്മൾ ചതിക്കണം. കണ്ടില്ല ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും സ്വിറ്റ്സർലൻഡിലൊക്കെ വെള്ളപ്പൊക്കം. കാലം എങ്ങോട്ടാണ് പോകുന്നത് പിടികിട്ടില്ല. പറഞ്ഞപ്പോഴാണ് ഒരു കഥ മനസ്സിലായത്. ഇതേപോലത്തെ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ മൃഗത്തിന് ജീവിക്കാൻ പറ്റില്ല, മൃഗങ്ങൾ ജീവിക്കാൻ പറ്റില്ല, ഒന്നും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ വെള്ളപ്പൊക്കം വരാൻ പോയി. അങ്ങനെ ഒരു മഹാൻ അവിടെ ഒരു കപ്പലിലാക്കി. ആ കപ്പലിൽ ഈ മൃഗത്തിനെല്ലാവരും കയറ്റി. പക്ഷേ നാടും മൊത്തം വെള്ളം മുങ്ങിപ്പോയി. അപ്പോൾ ആ കാലഘട്ടമാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അള്ളാഹു കാലാവസ്ഥ പ്രകൃതി മാറ്റം അള്ളാഹു നമ്മളെല്ലാവരും കാക്കട്ടെ. നമ്മുടെ നാട്ടുകാരെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. നമുക്കത്ര പറയുള്ളൂ. ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞാണ്. അള്ളാഹു അങ്ങനൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറൊന്നുമില്ല, കുക്കിംഗ് വ്ളോഗ് ഇടാം. പക്ഷേ അത് കുറച്ചായിട്ട് ഇടാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു വീഡിയോ സ്കെക്കായി പോകരുത്. ഇങ്ങനെയൊക്കെ ഇടുള്ളൂ കേട്ടോ. കണ്ടിന്യൂ ശ്രദ്ധിക്കുക. കാണാം. ഓക്കെ, ബൈ.